സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി കെ.എൻ. ബാലഗോപാൽ മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അതിലൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ട്. കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതത്തിൻ്റെ റോളും മത സെൻറ്റിമെൻസിൻ്റെ റോളും എത്രമാത്രം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. രാഷ്ട്രീയത്തിലെ മതേതരത്വം എന്നുള്ളത് എത്ര കണ്ട് പ്രായോഗികമായിട്ടുള്ള ഒന്നാണ്. മതപരമായ ഐഡൻറ്റിറ്റി രാഷ്ട്രീയത്തെ എത്രമേൽ നിർണ്ണയിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഒരു സെക്യുലർ സമൂഹമായിട്ട് നമ്മുടെ നാട് നിലനിൽക്കണം എന്നതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാകാൻ വേണ്ടി ഇടയില്ല. അങ്ങ് തുടക്കത്തിൽ ഗാന്ധിയെ കോട്ട് ചെയ്തതുപോലെ തന്നെ മതത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള തുടർന്നുള്ള ഇടപെടലിൻ്റെ തുടർച്ചയിലാണ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഉൾപ്പെടെ ഈ രാജ്യത്ത് ഉണ്ടാകുന്നത്. എക്കാലം ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം ആവർത്തിച്ച് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും മതത്തെ സംബന്ധിച്ച്, മതസ്ഥാപനങ്ങളെ സംബന്ധിച്ച്, മതസംഘടനകളെ സംബന്ധിച്ചൊക്കെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളുണ്ടാകാം. ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമായും രാജ്യത്തിൻ്റെ ഭരണഘടന ഏതൊരാൾക്കും നൽകുന്നത് പോലെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടാകാം. അഭിപ്രായ പ്രകടനം നടത്താം, വിമർശനങ്ങളുണ്ടാകും, വിമർശനങ്ങൾ ഉയർത്താം, അതിനകത്തൊന്നും തെറ്റില്ല. എന്നാൽ അതിനപ്പുറത്ത് അധികാരലബ്ധിക്ക് വേണ്ടി മതത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അധികാരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മതവിശ്വാസത്തെ അത് ഉപയോഗപ്പെടുത്തലല്ല, ദുരുപയോഗപ്പെടുത്തലാണ്. ആ ദുരുപയോഗപ്പെടുത്തൽ ഏത് ഘട്ടത്തിലുണ്ടാകുന്നോ സ്വാഭാവികമായും അവിടെ വർഗീയത ജനിക്കുകയാണ്. അത്തരമൊരു ഇടപെടൽ ഒരു നിലയ്ക്കും നാടിനും സമൂഹത്തിനും ഭൂഷണമായിട്ടുള്ളതല്ല. അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്ന പക്ഷം അതിനെതിരായിട്ടുള്ള നല്ല പ്രതിരോധവും അതിനെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും ഉണ്ടാകണം എന്നുള്ളതാണ്. ശരി.